ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റി വ്ളോഗ്. നമ്മളിന്നൊരു DIY വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ അധികം ചെയ്യുന്നത് പോലെ എൻ്റെ റിവ്യൂ, അൺബോക്സിങ് അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊന്നും അല്ല. അപ്പോൾ അതൊക്കെ കണ്ട് മടുത്തു എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു നല്ലൊരു DIY വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ സാധാരണ ഈ റബ്ബർ കൊണ്ടുള്ള ബോളല്ല, നമ്മുടെ പേപ്പർ ഉപയോഗിച്ച് ഒരു സ്റ്റിച്ച് ബോൾ ടൈപ്പുള്ള ഒരു നല്ല ഹാർഡ് ബോളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കധികം സമയം കണ്ടാം, നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പേപ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പേപ്പേഴ്സ് പറിച്ചെടുക്കാം. നമ്മളിത് പഴയ ബുക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പുതിയ ബുക്കിലെ പേപ്പേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. പഴയ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ബുക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പേപ്പേഴ്സ് പറിച്ചെടുക്കാം. ഏകദേശം ഒരു 10 പേപ്പറോളം ആദ്യ ഘട്ടത്തിൽ നമുക്ക് പറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ ഘട്ടത്തിൽ നമ്മളൊരു 10 പേപ്പറാണ് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ആദ്യം ഒരു പേപ്പർ എടുക്കുക. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല, നമുക്കിതിങ്ങനെ ചുരുട്ടി കൂട്ടണം. ഇതുപോലെ ഓരോ പേപ്പറും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ ചുരുട്ടി മടക്കി വെക്കാം. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നെ അവസാനം വരുമ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യ ഘട്ടത്തിലുള്ള 10 പേപ്പേഴ്സ് നമ്മൾ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ച് സെറ്റാക്കലാണ്. അപ്പോൾ അതിന് നമ്മൾ സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരമാവധി ടൈറ്റിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്യണം. പ്രധാനമായിട്ടും ഏറ്റവും നന്നായിട്ട് നമുക്ക് പറ്റുന്ന അത്രയും ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതാകുമ്പം അവസാനമാകുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. നമ്മൾ ഏകദേശം ഒരു 19 റൗണ്ട് ഇപ്പോൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം തൽക്കാലം നമുക്ക് നിർത്താം. ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള പേപ്പറുകൾ ഇനി ഇതിൻ്റെ മുകളിലൂടെ ചുരുട്ടിയാക്കണം. അപ്പോൾ ഇനി അതിൻ്റെ പണിയിലേക്ക് കിടക്കാം. നമുക്കിനി ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു 10 പേപ്പറും കൂടി ബുക്കിൻ്റെ അകത്ത് നിന്ന് പറിച്ചെടുക്കാം. ഫുള്ളി യൂസ്ഡ് പേപ്പേഴ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ 10 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ചെറിയ ബോളിൻ്റെ മുകളിലൂടെ വീണ്ടും ചുറ്റി കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലോ ടേപ്പ് വെച്ച് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഇത്തവണ കുറച്ചുകൂടി നല്ല റൗണ്ട് ഷേപ്പ് തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഫ്രണ്ട്സ്, ഇത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടി എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് മുട്ടി കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ പെട്ടെന്ന് മുട്ടി കിട്ടിയില്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ മുട്ടി എന്ന് പറഞ്ഞാൽ ചുറ്റിക അറിയാമല്ലോ. അപ്പോൾ ഈ ചുറ്റിയൊക്കെ വരെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു കത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതുപോലത്തെ വെയിറ്റിൽ എന്തെങ്കിലും വെച്ച് ചെയ്താലും മതി.
അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലൊരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ പോകാതെ തന്നെ അടുത്ത റൗണ്ട്സും കൂടി ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 റൗണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളെ റൗണ്ട് ഷേപ്പ് നല്ല വൃത്തിയായിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഷേപ്പ് മാറിപ്പോകാതെ തന്നെ നല്ല രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പ് ആയിക്കൊണ്ട് അടുത്തൊരു 2-3 റൗണ്ട്സും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ഒരു 10 പേപ്പർ വെച്ച് ചുറ്റി കൊടുക്കാം. ഏകദേശം നമ്മുടെ ക്രിക്കറ്റ് ബോളിൻ്റെ ഒരു സൈസ് ആകുമ്പോഴാണ് നമ്മളിപ്പോൾ നിർത്തേണ്ടത്. അപ്പോൾ ഈ ഒരു റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷേപ്പ് ഏകദേശം മാറുന്നുണ്ടെന്ന് വെച്ചാൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷേപ്പൊക്കെ ശരിയാവും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചുറ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ ശരിയാക്കും. ഇപ്രാവശ്യം നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടി കുറച്ച് കൂടുതൽ റൗണ്ട്സ് നമ്മൾ ചുറ്റി കൊടുക്കണം. കാരണം ഇതിൻ്റെ സൈസ് കുറച്ച് വലുതാണല്ലോ. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ചുറ്റിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. നമ്മുടെ 3rd റൗണ്ട് നമ്മൾ ഏകദേശം ചുറ്റി തീരാനായിട്ടുണ്ട്. ഇത് നമ്മുടെ ടാപ്പ് ഇത്രയും ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചുറ്റിക്കോ അല്ലെങ്കിൽ നേരത്തെ എടുത്ത പോലത്തെ ഒരു കത്തിയുടെ അടിഭാഗമോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 3 റൗണ്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ ക്രിക്കറ്റ് ബോൾ നമുക്ക് കുറച്ചും കൂടി വേണമല്ലോ, കുറച്ചുകൂടി സൈസ് വേണമല്ലോ. അതുകൊണ്ട് ഒരു റൗണ്ട് കൂടി ചുറ്റിയെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു 10 പീസിൻ്റെ ഒരു സെറ്റും കൂടി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു 10 പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇത് കുറച്ച് മെനക്കേടുള്ള പണിയാണ്, പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു ഡബിൾ ചുറ്റ് നമ്മൾ സെലോ ടേപ്പ് വെച്ചതിന് ചുറ്റി കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4ാമത്തെ റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു സെലോ ടേപ്പും കൂടി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് അതേ സെയിം ടൂൾ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിന് ഏകദേശം നല്ലൊരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സെലോ ടേപ്പ് ഇതിൻ്റെ മുകളിലൂടെ ചുറ്റി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. അതായത് നമ്മുടെ ബോൾ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി പരിശോധനകളൊക്കെ നടത്താൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഇതാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബോൾ. ഇതിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഓപ്ഷണൽ പണിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിനിപ്പോൾ പിച്ച് കുറവായിരിക്കും. നല്ല ഹാർഡ് ബോൾ തന്നെയാണ്, വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഇതിനിപ്പോൾ കുറച്ച് പിച്ച് കുറവായിരിക്കും. അപ്പോൾ ഈ പിച്ച് വരുത്താൻ വേണ്ടി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഗ്ലൂ ഗണ്ണില്ലേ, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു ചെറിയൊരു കോട്ടിങ് ഇതിൻ്റെ മുകളിലൂടെ കൊടുക്കുകയാണ്. ഒരു ഗ്ലൂ ഗൺ സ്റ്റിക്ക് മതിയാവും. അതുകൊണ്ട് ഒരു കോട്ടിങ് ഇങ്ങനെ കൊടുക്കുകയാണ്.
അതാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇതിൻ്റെ പിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഓപ്ഷനിലായിട്ട് നമ്മൾക്ക് പിച്ച് വേണമെന്നുള്ളവർ ആ രീതിയിൽ ചെയ്യുക, അല്ലാത്തവർ ഈ രീതിയിൽ ചെയ്തിട്ട് നിർത്തുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ടെസ്റ്റിങ് കാര്യങ്ങളിലേക്ക് പോകാം. How's that? അപ്പോൾ ഇന്നത്തെ ഈ ബോളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. നമ്മുടെ DIY വീഡിയോസ് ആയിരിക്കും ഇനി കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ എല്ലാ വ്യൂവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ സാധ്യമാക്കി തരിക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.